ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധശേഷിയുള്ള പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഭാരതം ഉയർന്നുവെന്ന് വേൾഡ് ഇക്കണോമിക് ഫോറം പ്രസിഡന്റും സിഇഒയുമായ ബോഗെ ബ്രണ്ടെ. ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഭാരതം മാറി. ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിലും ഭാരതം പുരോഗമിക്കുകയാണ്. ഭാരതത്തിന്റെ സാങ്കേതിക വിദഗ്ധരായ യുവജനത വളർച്ചയിലേക്ക് നയിക്കുമെന്ന് ബ്രണ്ടെ വ്യക്തമാക്കി. ഐസൺ ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൺ, ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു വാർത്തയാണിത്. കൃത്യമായി ഭാരതത്തിന്റെ വികസനത്തെ പഠിച്ചതിന് ശേഷമുള്ള വിലയിരുത്തൽ വിവരങ്ങൾ എന്താണ്? ആ വികസനത്തെ കൃത്യമായി നിരീക്ഷിച്ചതിന് ശേഷം, അതായത് ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തയുണ്ട്. മാർച്ച് മാസം അവസാനിച്ച സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ GDP വളർച്ച 7.5%. കൃത്യമായ വളർച്ച കഴിഞ്ഞ വർഷം കൺസിസ്റ്റന്റായി നിലനിൽക്കുകയും ചെയ്തിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു സാഹചര്യവും അതുപോലെ തന്നെ ലോകത്തെ 4ാമത്തെ വളർച്ചയേറിയ വളരുന്ന ശക്തമായ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയും ഒന്നായും ഭാരതം മാറിയിരിക്കുന്നു. അത്തരത്തിലുള്ള വിവിധങ്ങളായ പാരാമീറ്ററുകളിൽ ഭാരതം 4ാമതും 3ാമതും ഒക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് എക്കണോമിക് ഫോറം ചെയർമാന്റെ ഇത്തരം ഒരു കമന്റ് വന്നിരിക്കുന്നത്. അദ്ദേഹം വളരെ അനുകൂലമായ ഘടകങ്ങളായി ഭാരതത്തെ കാണുന്നത് 28 വയസ്സാണ് ശരാശരി ഭാരതീയന്റെ വയസ്സ്. അതുകൊണ്ട് തന്നെ 28 വയസ്സ് യൗവനം നിറഞ്ഞ യുവാക്കൾ നിറഞ്ഞ ഒരു സമൂഹമാണ് ഭാരതം. അതുകൊണ്ട് തന്നെ ടെക്സാവിയായ അതല്ലെങ്കിൽ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ചെറുപ്പക്കാർ രാജ്യത്തിന്റെ പുരോഗതിയെ കൃത്യമായി രേഖപ്പെടുത്തുകയും പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. ആ പുരോഗതി തന്നെയാണ് മനുഷ്യ വിഭവശേഷിയാണ് ഭാരതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. മനുഷ്യ വിഭവശേഷി കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തി IT രംഗങ്ങളിലെല്ലാം തന്നെ കൃത്യമായ മുന്നേറ്റമുണ്ടാക്കാൻ സാധ്യമാകുമെന്ന കൃത്യമായ ഒരു നിരീക്ഷണം തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. മറ്റൊരു പശ്ചാത്തലം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു ലോക സമ്പദ് വ്യവസ്ഥ തിരിച്ചടികൾ നിരവധി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയും പ്രത്യേകമായ ചില തിരിച്ചടികൾ, അതായത് പഹൽഗാം ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ അനുബന്ധമായ പ്രശ്നങ്ങളെല്ലാം തന്നെ കൃത്യമായ ഒരു തിരിച്ചടികൾ നേരിടുന്ന സാഹചര്യത്തിൽ പോലും ആ വളർച്ചാ തോത് കൃത്യമായി നിലനിർത്താൻ ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കായി തുടർച്ചയായ 10 വർഷത്തിനിടെ കൃത്യമായ ഈ വളർച്ച രേഖപ്പെടുത്താൻ സാധ്യമായി എന്നുള്ളത് തന്നെ പ്രതിരോധ ശക്തമായ അല്ലെങ്കിൽ ഒരു അടിയന്തര സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് സാധ്യമായ ഒരു സമ്പദ് വ്യവസ്ഥയായി ഭാരതം നിലനിൽക്കുന്നു എന്നതിനെ തെളിവ് കൂടിയായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തീർച്ചയായും ഭാരതത്തിന്റെ സമഗ്രമായ, അതായത് മനുഷ്യവിഭവശേഷി, അതുപോലെ തന്നെ സാമ്പത്തിക സുരക്ഷ, സമ്പദ് സംവിധാനങ്ങളുടെ, ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സമ്പദ് സംവിധാനങ്ങളുടെ കൃത്യമായ ഇടപെടലും നിയന്ത്രണവും, റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ കാര്യക്ഷമമായ പണ നിയന്ത്രണ സംവിധാനങ്ങൾ, പണപ്പെരുപ്പ് നിരക്ക് നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ വളർച്ചാ നിരക്ക് കൃത്യമായി നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള കാര്യക്ഷമമായ ഇടപെടലുകൾ സ്വാഭാവികമായും പല നിയമനിർമ്മാണങ്ങൾ, GST പോലുള്ള നിയമനിർമ്മാണങ്ങളുണ്ട്, അതുപോലെ തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ നിയമനിർമ്മാണങ്ങൾ, ഇതെല്ലാം തന്നെ കാര്യക്ഷമമായ രീതിയിൽ നിക്ഷേപങ്ങൾ വരുന്നതിനും ആ നിക്ഷേപങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള നയപരമായ തീരുമാനങ്ങളും നിയമനിർമ്മാണങ്ങളും എല്ലാം തന്നെ ഇതിന് ഗുണകരമായ ഒരു സംവിധാനമായി മാറി എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായും ഭാരതം വൻതോതിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യം തീർച്ചയായും ഉണ്ട് നിലവിലെ സാമ്പത്തിക രംഗത്തെ നിരീക്ഷിക്കുമ്പോൾ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. വീണ. ഐസൺ ജോസ് വിവരങ്ങൾ നൽകുകയായിരുന്നു.